സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോസസ് എലിമിനേഷൻ മെത്തേഡ്സ് എന്താണ്, 6th സെമസ്റ്ററിലെ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ എന്ന് പറയുന്ന ടെസ്റ്റിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഗോസസ് എലിമിനേഷൻ മെത്തേഡ് പഠിക്കാനുണ്ട്. അതിലെന്താ പറയുന്നത്? ഭയങ്കര സിമ്പിളായിട്ടുള്ളതും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇത്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു പ്രോബ്ലം വന്നാലും, ഇതുപോലത്തെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം എന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എഴുതാം. ഇതിൽ എക്സ് ഈക്വൽ ടു പി എന്നുള്ള രീതിയിൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ഇക്വേഷനിൽ നിന്ന്, 3 ഇക്വേഷനിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? 2 3 1. അതുപോലെ 1 2 4. അടുത്തത് ഇവിടെ എന്താ കോയിഫിഷ്യൻ്റ്? 1 അല്ലേ? 1 3 9. അങ്ങനെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. നമുക്ക് അറിയുന്ന കാര്യമാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാൻ. ഇതെന്തിനാ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്താണ്? വി ഫസ്റ്റ് എലിമിനേറ്റ് എക്സ് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ വി ഫസ്റ്റ് എലിമിനേറ്റ് എക്സ് എന്ത് ചെയ്യണം? ആദ്യം എലിമിനേറ്റ് ചെയ്യണം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താ ചെയ്യുക? -a21 ബൈ a11 ഇൻറ്റു ഫസ്റ്റ് ഇക്വേഷൻ. എന്ത് ചെയ്യണം? a21 ബൈ a11 ഇൻറ്റു ഫസ്റ്റ് ഇക്വേഷൻ ഏതാണെന്നുള്ളത് ഞാൻ ആ 3 ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ 3 ഇക്വേഷൻ ഇങ്ങനെ തരില്ല, നമ്പേഴ്സൊന്നും ഉണ്ടാവില്ല. 3 ഇക്വേഷൻ തരും, അങ്ങനെയാവും ചിലപ്പോൾ തരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പറൊക്കെ ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു? -a21 ബൈ a11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ a21 കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മാട്രിക്സ് അറിയണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോയിൽ ഫസ്റ്റത്തെ എലമെൻറ്റ് അല്ലേ? a21 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതുപോലെ a11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ a11 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ ഈ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് വെച്ചിട്ട്? a21 -a21 ബൈ a11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -3/2. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഏതാതല്ലേ? അപ്പം -3/2 ഫസ്റ്റ് ഇക്വേഷൻ 2x + y + z ഈക്വൽ ടു -3/2 വെറും 10 അല്ലേ? ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതും നമുക്ക് എന്ത് ചെയ്യണം? ഇനി സോൾവ് ചെയ്യണം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. നമുക്ക് 5 എന്ന് കിട്ടും. -15 എഴുതാം നമുക്കിവിടെ. ഇനി ഇത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ -3/2 ഇൻറ്റു 2x അങ്ങനെ തന്നെ എഴുതി വയ്ക്കുന്നു. -3/2 ഇൻറ്റു y പ്ലസ് മൈനസാണ് നല്ലത്. മൈനസും പ്ലസ് വരുമ്പോൾ മൈനസ് അല്ലേ എടുക്കുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ -3/2 ഇൻറ്റു z ഈക്വൽ ടു -15. 3 ഇൻറ്റു 5 15. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? 2 ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് പോകുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്ത് കിട്ടും? -3x -3/2y -3/2z ഈക്വൽ ടു -15 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഫോർത്ത് ഇക്വേഷൻ ആണെന്ന് എഴുതാം. ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷൻ കൂട്ടിയിട്ട് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? അവിടെ നിന്ന് എക്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന ടേം പഠിച്ചു വയ്ക്കുക. -a21 ബൈ a11 അതെന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഫോർത്ത് ഇക്വേഷനാണ്. ഈ ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ എക്സ് ടേം കൂടി ആഡ് ചെയ്യുക. ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടിയിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും? 0 ആയി പോകും. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y/2 എന്ന് കിട്ടും. +y/2 കിട്ടാം. +y/2 കിട്ടും. ഇനി ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3/2z എന്ന് കിട്ടും. ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും അല്ല? 18 - 15 3. ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ ഇവിടെ എന്താ? 2 അല്ലേ രണ്ടിലും ഡിനോമിനേറ്റർ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y + 3 6z അല്ലേ? 3z കാരണം 2 ക്യാൻസൽ ചെയ്യും അല്ലേ? എന്ന് വെച്ചാൽ y/2 × 2 +3/2 × 2z +3 × 2 ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് y + 3z ഈക്വൽ ടു 6 അതല്ലേ നമുക്ക് ആൻസർ? അപ്പോൾ 3z ഈക്വൽ ടു 6. ഈ ഇക്വേഷനെ നമുക്ക് 5 എന്ന് പറയാം. അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഇതിലിപ്പോൾ എക്സ് എലിമിനേറ്റ് ചെയ്ത പോലെ y എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പ് 2 ആയിട്ട് വരാം.
അപ്പോൾ സ്റ്റെപ്പ് ടൂവിൽ നമുക്ക് എന്ത് ചെയ്യണം? -A31 ബൈ A11നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഏത് ഇക്വേഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ഓർക്കണില്ലേ? ജസ്റ്റ് അത് എഴുതി വെക്കുക കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ 2 സെക്ഷനാണ്. ആദ്യം സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ആഡ് ചെയ്യണം? ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 2 ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ശേഷം ഉള്ളത് പറയാം. ഇത് നോക്കുക ആദ്യം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ A31 അല്ല A31 എന്ന് പറയുമ്പോൾ ഈ ടേം 1 അല്ലേ? അപ്പോൾ 1/2 തന്നെ A11. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. ഈക്വൽ ടു -1/2 10 അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ 2 സൈഡിലും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിനെ ഇൻറ്റ് ചെയ്യാം. അങ്ങനെ ഇൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ ഏത് ഇക്വേഷനായിട്ട് കൊടുക്കുക? ഇപ്പോൾ നമ്മൾ 5ാമത്തെ ഇക്വേഷൻ ഇനിയിപ്പോൾ 6 ആയിക്കോട്ടെ, 6ാമത്തെ ഇക്വേഷൻ ആയിക്കോട്ടെ. ഇത് 6ാമത്തെ ഇക്വേഷനാണ്. ഇനി 6ാമത്തെ ഇക്വേഷനെ എന്തായിട്ട് ആഡ് ചെയ്യുക? തേർഡ് ഇക്വേഷനായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 3ാമത്തെ ഇക്വേഷൻ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത്, അത് നല്ലതായിരിക്കും. അപ്പോൾ x + 4y + 9z = എന്തെന്ന് കിട്ടും? 16 നമുക്ക് എഴുതാം. ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് ടേം പോവും. കണ്ടോ? എക്സ് 0 ആയി പോവും. അതാണ് നമ്മുടെ ഉദ്ദേശം. എക്സിനെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ആദ്യം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് പഠിച്ചു വയ്ക്കുക. എക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1/2y + 4y + 1/2z + 9z = -5 + 16. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി 0 ആവശ്യമില്ല, 0+ എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതവിടെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത് 7ാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഇനി 5ഉം 7ഉം കൂടിയിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്താൽ നമുക്ക് വൈ ടേം പോവും. വൈ ടേം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 5ാമത്തെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം ഈ 2 ഒക്കെ കളയണമെങ്കിൽ എന്ത് ചെയ്താൽ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? നമ്മൾ പഠിച്ചു അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7/2 വൈ, ഇവിടെ ഒരു 7 കൂടി ഇൻറ്റ് ചെയ്യുക. 7 × 7/2, 7 അല്ല 2 അല്ലേ? 2 അല്ലേ നമുക്ക് കളയേണ്ടത്? അപ്പോൾ 2 ആണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. പ്ലസ് 2 × 17/2z = 2 × 11. 2 ക്യാൻസൽ ചെയ്യാം. കണ്ടോ? ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ന്യൂമറേറ്ററായിട്ട് വരും. അപ്പോൾ 7y + 17z = 22 എന്ന് പറയുന്നതാവും 7ാമത്തെ ഇക്വേഷനായിട്ട് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ആദ്യത്തെ 5ാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? 5ാമത്തെ ഇക്വേഷൻ എന്താണ്? y + 3z = 6 എന്ന് പറയുന്നതാണ് 5ാമത്തെ ഇക്വേഷൻ. അപ്പോൾ 5ാമത്തെ ഇക്വേഷനെ ഞാൻ 7ാമത്തെ ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 7ൻ്റെ കുറവുണ്ട് അല്ലേ? y നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 7 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഈ 1 ഇല്ലേ? 1 കോയിഫിഷ്യൻറ്റ് 1 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 7y + ആ 7th ഇക്വേഷൻ കൊണ്ട് എടുത്ത് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ കൊണ്ട് എടുത്ത് ചെയ്താൽ, കാരണം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മാറ്റവും വരില്ല. അത് സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുത്ത് എഴുതി ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? 7y + 21z = 21z. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും അല്ലേ? 42 എന്ന് കിട്ടും. വേറെ ഒന്നുമില്ല. സിമ്പിളായില്ലേ? ഇത് 22 ആണേ. ഇത് 2 കൂടി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആ ടേംസ് പോവും. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 17 - 21 ചെയ്യുമ്പോൾ -4 എന്നും, 22 - 42 ചെയ്യുമ്പോൾ -20 എന്നും കിട്ടും. അപ്പോൾ z = 20/4. 20/4 എന്ന് പറഞ്ഞാൽ 5 ആണ് നമുക്കറിയാം. അപ്പോൾ z എത്ര കിട്ടി? 5 കിട്ടി. അങ്ങനെ ഓരോ ടേംസും നമ്മൾ എന്ത് ചെയ്യണം? ഇനി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 7y + 17z ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. എന്തിൻ്റെ വാല്യൂ? z വാല്യൂ. അപ്പോൾ നമുക്ക് y -9 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല, വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കാം. അത് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ 2x = ഈ ടൈം ഒക്കെ കൊണ്ടുവരിക -y എന്ന് വെച്ചാൽ y എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? -9 പ്ലസ്. അപ്പോൾ 10 + 9 -5 എന്ന് കിട്ടും. വെച്ചാൽ z എത്രയാണ്? 5 ആണ്. ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് 14 കിട്ടും അല്ലേ? 19 - 5 14. അപ്പോൾ 2x = 14, x = 14. ഇനി y കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്ത് ചെയ്തു? 17 z എത്രയാണ്? 5 ആണ്. അപ്പോൾ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് 85 കിട്ടി. ഇനി 85ന് ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് 22 - 85 എന്ന് കിട്ടും. -63 ആണ്. ഇനി 7y എന്ന് പറയുന്നത് എത്ര കിട്ടി? -63 എന്ന് കിട്ടി. y = 63. -63/7 = -9. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് വെറുതെ കളയരുത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.